أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ജുമാ ഖുതുബയിൽ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി വായിച്ചിരുന്നു. അതിൽ അവിടുന്ന് മുസ്ലിങ്ങളുടെ പൊതുവിലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അഥവാ അവരുടെ അവസ്ഥ ഈ വിധം ആയിട്ടില്ലായിരുന്നുവെങ്കിൽ, അവർ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തികച്ചും വിദൂരത്തിൽ പതിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? ഇവരുടെ ഈമാനിക അവസ്ഥ വളരെയധികം ബലഹീനമായി തീർന്നിരിക്കുന്നു. അവർ ഇസ്ലാമിന്റെ ഉദ്ദേശ്യത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും തികച്ചും അജ്ഞരാണ്. ഇതിനുശേഷം അവിടുന്ന് ഇതുകൂടി പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ വിചാരിക്കുന്നത് ഞങ്ങളിൽ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് എന്ത് കാര്യമാണുള്ളത്? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നു. അതായത് മുസ്ലിങ്ങൾ പൊതുവിൽ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നവരാണ്, നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്, നോമ്പ് കാലത്ത് നോമ്പും എടുക്കാറുണ്ട്, സക്കാത്തും നൽകുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, എന്നാൽ ഞാൻ പറയുന്നു അവരുടെ മുഴുവൻ കർമ്മങ്ങളും അത് അഅ്മാലെ സ്വാലിഹയുടെ രൂപത്തിലല്ല. അതല്ല എങ്കിൽ, ഇത് അഅ്മാലെ സ്വാലിഹ ആയിരുന്നുവെങ്കിൽ അതിന്റെ പരിശുദ്ധ ഫലം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അഅ്മാലെ സ്വാലിഹ അപ്പോഴായിരിക്കും ആവുക അത് എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളിൽ നിന്നും കലർപ്പിൽ നിന്നും ശുദ്ധമായി തീരുമ്പോഴാണ്. എന്നാൽ ഇവരിൽ ഇക്കാര്യങ്ങൾ എവിടെയാണുള്ളത്? ഇന്ന് നമ്മൾ കാണുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുടെ അവസ്ഥ മുസ്ലിം രാജ്യങ്ങളിലാണ് ഉള്ളത്, മുസ്ലിം സംഘടനകളിലാണുള്ളത്. മുസ്ലിം സംഘടനകൾ പരസ്പരം കഴുത്തറുക്കുന്നതിൽ വ്യാപൃതരാണ്. എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നവരാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്ന മറ്റുള്ളവരുടെ രക്തം ഒഴുക്കുന്നു, അവരുടെ അവകാശം ധ്വംസിക്കുന്നു, അവർക്ക് എന്തെങ്കിലുമൊക്കെ വിധത്തിൽ നഷ്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണോ വിശുദ്ധ ഖുർആന്റെ അധ്യാപനം? ഏതൊന്നനുസരിച്ചാണോ ഇവർ പ്രവർത്തിക്കുന്നത്? ഇതാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക? ഏതൊന്നിനെയാണോ ഇവർ പിൻപറ്റുന്നത്? ഇന്നത്തെ കാലത്ത് നാം കാണുന്നു എല്ലായിടത്തും ഭൗതികത അതീശത്വം നേടിയിരിക്കുകയാണ്. മതത്തിന്റെ പേരെടുക്കുന്നുവെങ്കിലും അതും രാഷ്ട്രീയം തിളക്കമുള്ളതാക്കി തീർക്കുന്നതിനു വേണ്ടിയും തങ്ങളുടെ ഭാവനയിൽ തങ്ങളുടെ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഭരണം നിലനിർത്തുന്നതിനു വേണ്ടിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയെക്കുറിച്ച് ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ തങ്കലിപികളാൽ രേഖപ്പെട്ടു കിടക്കുന്ന ഈ വിവരണം ഉണ്ട്: കാന ഖുലുഖുഹു ഖുർആൻ. അങ്ങയുടെ ജീവിതവും അങ്ങയുടെ രീതികളും അറിയണം എന്നുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക.
അത് അങ്ങയുടെ ജീവിതത്തിന്റെ വിശദീകരണമാണ്. അത് ഓതുക. അവിടുന്ന് ഈ മാതൃക സ്ഥാപിച്ചത് മുഅ്മിൻ, അങ്ങയെ വിശ്വസിക്കുന്നവർ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ്. കേവലം മുദ്രാവാക്യം വിളിക്കുന്നതിനു വേണ്ടി മാത്രമല്ല. അള്ളാഹും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനുമായി യഥാർത്ഥത്തിലുള്ള ബന്ധം കേവലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുകയില്ല. മറിച്ച് എന്റെ സ്നേഹം കരസ്ഥമാക്കണമെന്നുണ്ട് എങ്കിൽ എന്റെ പ്രേമഭാജനം റസൂലിനെ പിൻപറ്റുക, അദ്ദേഹത്തിന്റെ ജീവിതം അനുകരിക്കുക. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ടവരായി മാറും. നിങ്ങൾക്ക് ആ സ്ഥാനം ലഭിക്കും, ഏതൊന്നാണോ അള്ളാഹുവിന്റെ സാമീപ്യത്തിന്റെ സ്ഥാനമായിട്ടുള്ളത്. അതല്ല എങ്കിൽ നിങ്ങളുടെ മുദ്രാവാക്യം പൊള്ളയാണ്. അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നീ പറയുക, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരും. അള്ളാഹു വളരെയധികം പുറത്തു കൊടുക്കുന്നവനും കൂടെ കൂടെ കരുണ ചൊരിയുന്നവനും ആണ്. അള്ളാഹു ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുമോ? ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ പോലെ ആയിരിക്കുമോ? പണ്ഡിതന്മാർ അവരെ മുസ്ലിങ്ങൾ പൊതുവിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായിട്ട് മനസ്സിലാക്കുന്നു, അവന്റെ സമീപസ്ഥരായി മനസ്സിലാക്കുന്നു. അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വയം ഇപ്പോൾ പാകിസ്ഥാനിൽ ചില ലേഖകരും കോളം എഴുത്തുകാരും എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റു മീഡിയകളിലും പറയാൻ തുടങ്ങിയിരിക്കുന്നു. മുസ്ലിങ്ങളുടെ ഈ അവസ്ഥ ഈ നാമധാരികളായ പണ്ഡിതന്മാരാണ് ഇങ്ങനെ ആക്കി തീർത്തത്. ഇപ്പോൾ മുസ്ലിം പണ്ഡിതന്മാരുടെ പൊതുവിലുള്ള അവസ്ഥ ഈ കാര്യം ആവശ്യപ്പെടുന്നു. ഖുർആന്റെയും സുന്നത്തിന്റെയും യാഥാർത്ഥ്യം പറഞ്ഞു തരുന്നതിന് ആരെങ്കിലും ഒരാൾ വേണം. അദ്ദേഹത്തെ അള്ളാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് അയച്ചു. എന്നാൽ പണ്ഡിതന്മാർ സ്വയം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല, പൊതുജനങ്ങളെ കേൾക്കാനും സമ്മതിക്കുന്നില്ല. എന്നല്ല, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന വ്യക്തിക്ക് എതിരിൽ കുഫ്രിന്റെ ഫത്വ നൽകി പൊതുവിലുള്ള ഒരു ഭയവും പ്രശ്നവും കുഴപ്പവും ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. എല്ലാ ദിവസവും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ ഈ ആരോപണം ഉന്നയിക്കുന്നു. അവിടുന്ന് നഊദു ബില്ലാഹ് ഭൗതിക ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും തന്റെ വലിപ്പത്തരത്തിനും വേണ്ടിയാണ് ജമാഅത്ത് രൂപീകരിച്ചത്. ഏതായിരുന്നാലും നമുക്കറിയാം, അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങയെ നിയോഗിച്ചയച്ചത്. വിശുദ്ധ ഖുർആന്റെ അറിവിന്റെയും ദിവ്യജ്ഞാനത്തിന്റെയും ഗ്രാഹ്യവും തിരിച്ചറിവും അദ്ദേഹം മുഖേനയാണ് നമുക്ക് ലഭിച്ചത്. അവിടുന്ന് എല്ലാ അവസരത്തിലും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മാർഗദർശനം നൽകി. ഈ ആയത്ത് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്നതിനെ വിവിധ അവസരങ്ങളിൽ വിവിധ വശങ്ങളിലൂടെ വിവിധ അർത്ഥതലങ്ങളിലൂടെ അതിനെ അവതരിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ സാമീപ്യം നൽകിക്കൊണ്ട് അവന്റെ പ്രിയപ്പെട്ടവർ ആക്കിക്കൊണ്ട് ഫിത്നയിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതാക്കി തീർക്കുക. ഇതുകൂടാതെ മുസ്ലിങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടിയും തങ്ങളുടെ രാജ്യത്തിന്റെ സമാധാനം നിലനിർത്തുന്നതിനു വേണ്ടിയും ഇസ്ലാമിന്റെ പ്രൗഢിയും പ്രഭാവവും ലോകത്ത് വെളിപ്പെടുത്തുന്നതിനു വേണ്ടിയും നല്ല ഫലങ്ങൾ ലഭിക്കുക അപ്പോഴായിരിക്കും എപ്പോഴാണോ യഥാർത്ഥ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റുന്നത്. അല്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യവും പൊള്ളയാണ്,
മുഹമ്മദുർ റസൂലുള്ള എന്ന മുദ്രാവാക്യവും പൊള്ളയാണ്. ഇപ്പോൾ ഞാൻ ചില ഉദ്ധരണികൾ എടുത്തിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണമായി അവിടുന്ന് വിവരിച്ചിട്ടുള്ളതാണ് അത്. ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, മുസ്ലിങ്ങളിൽ ആന്തരികമായ ഭിന്നിപ്പിനുള്ള കാരണവും ഈ ഭൗതികതയോടുള്ള സ്നേഹം തന്നെയാണ്. കാരണം അഥവാ കേവലം അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രമാണ് മുൻഗണന എങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ന വിഭാഗത്തിന്റെ അടിസ്ഥാനം കൂടുതൽ വ്യക്തമാണ്, അങ്ങനെ അവർ അതിനെ സ്വീകരിച്ച് ഒന്നായി തീരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഭൗതികതയോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയാൻ സാധിക്കുക? ഇവരുടെ ചുവടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചുവടുകൾ അനുസരിച്ചിട്ടല്ല ഉള്ളത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതായത് പറയുക, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അവിടുന്ന് പറയുന്നു, ഇപ്പോൾ ഈ ദൈവിക സ്നേഹത്തിന് പകരം റസൂൽ തിരുമേനിയെ അനുധാവനം ചെയ്യുന്നതിന് പകരം ഭൗതികതയോടുള്ള സ്നേഹത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്യൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികനായ വ്യക്തിയായിരുന്നു. അവിടുന്ന് പലിശ വാങ്ങിക്കാറുണ്ടായിരുന്നു. ഫറലുകളും ദൈവിക കൽപ്പനകളും നിറവേറ്റുന്നതിൽ അശ്രദ്ധ കാണിക്കാറുണ്ടായിരുന്നു. അങ്ങയിൽ മആദല്ല കാപട്യം ഉണ്ടായിരുന്നു, മുദാഹിന ഉണ്ടായിരുന്നു. ദുനിയാവിന് ദീനിനേക്കാൾ മുൻഗണന നൽകാറുണ്ടായിരുന്നു. ചിന്തിക്കുക, അനുധാവനം ഇതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലടിപ്പാടുകൾ അനുസരിച്ച് നടക്കുക. എന്നിട്ട് നോക്കുക അള്ളാഹു ഏതെല്ലാം വിധേനയാണ് അനുഗ്രഹം ചൊരിയുന്നത്. എന്നാൽ ഇന്ന് കർമ്മപരമായി മുസ്ലിങ്ങളുടെ അവസ്ഥ, അതുപോലെ അള്ളാഹുവിന്റെ കർമ്മപരമായ സാക്ഷ്യം ഇതിനെതിരിലാണ്. ഈ കാര്യം ഇതിന് സാക്ഷ്യമാണ്. അവരുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യവും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യരുടെ അടുത്ത് ചെന്ന് നമ്മൾ മുസ്ലിം രാജ്യങ്ങൾ മറ്റു മുസ്ലിം രാജ്യങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യാൻ ഭിക്ഷയാചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഇറാനെതിരിൽ രണ്ടാമതും ഉപരോധം ഏർപ്പെടുത്താനുള്ള പുതിയ പ്രഖ്യാപനം നടത്തി. അതിനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മുഴുവൻ യൂറോപ്പും യൂറോപ്യൻ യൂണിയനും മറ്റു രാജ്യങ്ങളും എല്ലാം ഇതിനെതിരാണ്. ഇവിടെ ഇംഗ്ലണ്ടിൽ ഒരു ഇംഗ്ലീഷ് കോളം റൈറ്റർ എഴുതി, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തിക്ക് മുഴുവൻ ലോകവും എതിരാണ്, എന്നാൽ 3 രാജ്യങ്ങൾ ഒഴികെ. അവർ പറയുന്നു അമേരിക്ക ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന്. ഒന്ന് സ്വയം അമേരിക്ക തന്നെ, മറ്റൊന്ന് ഇസ്രായേൽ, മറ്റൊന്ന് സൗദി അറേബ്യയും. സൗദി അറേബ്യ മുസ്ലിം രാജ്യമാണ്. മുസ്ലിം രാജ്യത്തിന് എതിരിൽ ഒരു അമുസ്ലിം രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ അനുവാദം നൽകിയിരിക്കുന്നു. എന്നല്ല, അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മുസ്ലിങ്ങളുടെ അവസ്ഥകൾ. ഇതിന്റെ ചിത്രമാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കോറിയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഭിന്നിച്ചിരിക്കുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം എങ്ങനെയാണ് ലഭിക്കുക? ഈ കാര്യം വിവരിച്ചുകൊണ്ട് യഥാർത്ഥ നന്മ മനുഷ്യൻ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക, അള്ളാഹുവിന്റെ പ്രീതി മനുഷ്യൻ എങ്ങനെയാണ് കരസ്ഥമാക്കാൻ സാധിക്കുക, അള്ളാഹുവിന്റെ പാരിതോഷികങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അനുഗ്രഹം കരസ്ഥമാക്കാൻ സാധിക്കുക, അങ്ങേക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പാരിതോഷികങ്ങൾ എപ്രകാരമാണ് ലഭിച്ചത് എന്നതിനെ കുറിച്ച് അവിടുന്ന് പറയുന്നു. അങ്ങേക്ക് എതിരിൽ ഈ ഫത്വ നൽകുന്നു, നഊദുബില്ലാ, അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന ആളാണ്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്ന ആളാണ് എന്ന്. എന്നാൽ അവിടുന്ന് പറയുന്നു, ഞാൻ സത്യമായും പറയുന്നു, എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, ഒരാളും തന്നെ യഥാർത്ഥ നന്മ ചെയ്യുന്നവനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവനും ആയിത്തീരുകയില്ല. ഈ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ദിവ്യജ്ഞാനവും ദൃഢജ്ഞാനവും കശ്ഫുകളും കൊണ്ട് അനുഗ്രഹീതരായി തീരുകയില്ല. ഏതൊന്നാണോ ഉന്നതമായ ആത്മീയ വിശുദ്ധി കൈവരിച്ചവർക്ക് ലഭിക്കുന്നത്. ഉന്നതമായ ആത്മീയ പരിശുദ്ധി കൊണ്ട് മനുഷ്യൻ ഒരു സ്ഥാനത്ത് എത്തുന്നു.
അപ്പോഴാണ് അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹവും ബർക്കത്തുകളും ലഭിക്കുന്നത്. കശ്ഫുകൾ ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ ഭാഷണം നടക്കുന്നു. പറയുന്നു, ഏതുവരെ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുധാവനത്തിൽ ലയിച്ചു ചേരുന്നില്ലയോ, അതിനു തെളിവ് സ്വയം അള്ളാഹുവിന്റെ കലാമിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അള്ളാഹുവിന്റെ ഈ വാദത്തിന്റെ കർമ്മപരവും സജീവവും ആയ തെളിവ് അവിടുന്ന് പറയുന്നു, ഞാൻ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു എന്നോട് സംസാരിച്ചിരിക്കുന്നു. കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു, അങ്ങയെ പിൻപറ്റിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സ്നേഹത്തോടുകൂടി പെരുമാറി. അങ്ങയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണം അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം കുറച്ചു എന്നതാണ്. എന്നാൽ അവിടുന്ന് പറഞ്ഞത്, എനിക്ക് ലഭിച്ച സ്ഥാനം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ക് കൊണ്ടും അങ്ങയെ പരിപൂർണമായ നിലയിൽ അനുധാവനം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ലഭിച്ചത്. ആരെയാണോ ലോകം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം കുറക്കുന്ന ആളായി മനസ്സിലാക്കുന്നത്, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ സത്യസന്ധനായ പ്രേമി. ഏതൊരാളാണോ യഥാർത്ഥ രീതിയിൽ അനുധാവനം ചെയ്യുകയും പിന്നീട് അള്ളാഹു അപ്രകാരം അനുഗ്രഹിച്ചു, തന്റെ പ്രിയപ്പെട്ടവനെ സ്നേഹിച്ചതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവനാക്കി മാറ്റുകയുണ്ടായി. ഈ പരിപൂർണമായ അനുധാവനത്തിന്റെ ഫലമായി അള്ളാഹു അങ്ങയെ ഏൽപ്പിച്ച ജോലി, അതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, എന്നെ അയച്ചിരിക്കുന്നു കാരണം ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഷ്ടപ്പെട്ട മഹത്വം വീണ്ടും സ്ഥാപിക്കുന്നതിനു വേണ്ടിയും വിശുദ്ധ ഖുർആന്റെ സത്യത ലോകത്തിന് കാണിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ഈ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരുടെ കണ്ണുകളാണോ മൂടപ്പെട്ടിരിക്കുന്നത് അവർക്കിതൊന്നും കാണാൻ സാധ്യമല്ല. പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഇവരോട് പറയുക, നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാകണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടണം എങ്കിൽ അതിനുള്ള ഒരൊറ്റ മാർഗം മാത്രമാണുള്ളത്, എന്നെ അനുസരിക്കുക. ഇത് ആയത്തിന്റെ തർജ്ജമയാണ്. അവിടുന്ന് പറയുന്നു, എന്താണ് അർത്ഥം? എന്റെ അനുധാവനം അപ്രകാരമുള്ള ഒരു കാര്യമാണ്. അത് ദൈവീക കാരുണ്യത്തെക്കുറിച്ച് നിരാശ നൽകുന്നില്ല, പാപങ്ങളുടെ പൊറുക്കപ്പെടലിന് കാരണമാണ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുകയും ചെയ്യുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നത് പാപങ്ങളുടെ പൊറുക്കപ്പെടലിന് കാരണമായി മാറുന്നു. അതുമാത്രമല്ല, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നു. അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ ഈ വാദം ഞങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെന്ന് ഈ രൂപത്തിലായിരിക്കും സത്യവും യഥാർത്ഥവുമായി തീരുക എപ്പോഴാണോ നിങ്ങൾ എന്നെ പിൻപറ്റുന്നത്, അതായത് റസൂൽ തിരുമേനിയെ പിൻപറ്റുന്നത്. പറയുന്നു, ഈ ആയത്തിൽ നിന്ന് വ്യക്തമായും അറിയാൻ സാധിക്കുന്നു, മനുഷ്യൻ ഒരിക്കലും തന്നെ തന്റെ സ്വയം നിർമ്മിത രീതിയിലുള്ള ആരാധനകൾ കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ജപങ്ങൾ കൊണ്ടോ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനും ദൈവിക സാമീപ്യത്തിന്റെ അവകാശിയുമായി തീരുകയില്ല. പ്രകാശവും ദൈവിക അനുഗ്രഹങ്ങളും ഒരാളുടെ മേലും ഇറങ്ങുകയില്ല ഏതുവരെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുധാവനത്തിൽ വിലയം പ്രാപിക്കുന്നില്ലയോ. ഏതൊരാളാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ ലയിച്ചു പോകുന്നത്, അങ്ങയോടുള്ള അനുസരണത്തിലും അനുധാവനത്തിലും എല്ലാ തരത്തിലുള്ള മരണവും തന്റെ ജീവനുമേൽ ഏറ്റുവാങ്ങുന്നത്, അയാൾക്ക് ആ ഈമാന്റെ പ്രകാശവും സ്നേഹവും ഇഷ്കും നൽകപ്പെടുന്നു. അത് ദൈവേതരങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു, പാപങ്ങളിൽ നിന്ന് മോചനത്തിനും മോക്ഷത്തിനും കാരണമായി മാറുന്നു. ഈ ലോകത്ത് തന്നെ അയാൾ ഒരു വിശുദ്ധ ജീവിതം പ്രാപിക്കുന്നു. ശരീരേച്ഛയുടെ വികാരങ്ങളുടെയും ആവേശങ്ങളുടെയും ഞെരുക്കത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. ഈ കാര്യത്തിലേക്കാണ് ഈ ഹദീസ് സൂചന നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനൽ ഹാഷിറുല്ലദീ യുഷിറുന്നാസു അലാ ഖദമി, അതായത് ഞാൻ ആ മൃതരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. ആരുടെ പാദങ്ങളിലാണോ അവരെ എഴുന്നേൽപ്പിക്കുന്നത്, അതായത് ആത്മീയ മൃതരായവരെ ജീവിപ്പിക്കുന്നവനാണ്. അങ്ങയുടെ പിന്നാലെ ചലിക്കുന്നവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് ഇതിന് വിശദീകരണം നൽകിക്കൊണ്ട് വീണ്ടും പറയുകയാണ്, മഹത്തായ സൗഭാഗ്യം കരസ്ഥമാക്കുന്നതിനു വേണ്ടി അള്ളാഹു ഒരൊറ്റ മാർഗം മാത്രമാണ് വെച്ചിട്ടുള്ളത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ ഈ ആയത്തിൽ
വ്യക്തമായും പറഞ്ഞിരിക്കുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതായത്, വരൂ, എന്നെ പിൻപറ്റൂ, അള്ളാഹുവും നിങ്ങളെ സ്നേഹിക്കുന്നതിനു വേണ്ടി. ഇതിന്റെ അർത്ഥം ഇതല്ല ആചാരപരമായ നിലയിൽ ആരാധനകൾ നടത്തുക. അഥവാ മതത്തിന്റെ യാഥാർത്ഥ്യം ഇതായിരുന്നുവെങ്കിൽ നമസ്കാരം എന്ത് കാര്യമാണ്, നോമ്പ് എന്ത് കാര്യമാണ്? സ്വയം ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തടയുകയും സ്വയം അത് തന്നെ ചെയ്യുകയും ആചാരപരമായ നമസ്കാരമല്ല. നമസ്കാരം അതിന്റെ കടമ നിറവേറ്റും വിധം അനുഷ്ഠിക്കുക. ഏതൊന്നാണോ അതിന്റെ സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അത് പാലിക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നീട് ഈ വിധം ആരാധിക്കുക. അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതല്ല എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ആചാരപരമായ കാര്യങ്ങളാണ്. പറയുന്നു, ഇസ്ലാം കേവലം ഇതിന്റെ പേരല്ല. ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ്: ആടിനെ പോലെ തല വെച്ചു കൊടുക്കുക. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, എന്റെ മരണവും എന്റെ ജീവിതവും എന്റെ നമസ്കാരങ്ങളും എന്റെ ത്യാഗങ്ങളും അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ്. ഒന്നാമതായി ഞാൻ എന്റെ സ്വയം കഴുത്ത് മുന്നിൽ വെക്കുന്നു. യഥാർത്ഥ അനുധാവനം ചെയ്യുന്ന ആൾ തന്റെ ഇബാദത്തിന്റെ നിലവാരവും ഉന്നതമാക്കുന്നു. നമ്മളിൽ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. ഈ അർത്ഥത്തിലും ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ വാദവും പൊള്ളയായിരിക്കും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണ ഏകദൈവവാദിയാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നു, അള്ളാഹു പറയുന്നു, ഓ റസൂൽ, നീ അവരോട് പറയുക, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. ഇത് ആയത്തിന്റെ തർജുമയാണ്. പറയുന്നു, അള്ളാഹു നിങ്ങളെ അവന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായ നിലയിൽ അനുധാവനം ചെയ്യുന്നത് മനുഷ്യനെ ദൈവത്തിന് പ്രിയപ്പെട്ടവനായിത്തീരും എന്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു, അവിടുന്ന് പരിപൂർണ ഏകദൈവവാദിയുടെ മാതൃകയായിരുന്നു. അതായത്, ഇതുകൊണ്ട് അവിടുന്ന് ഈ കാര്യം തെളിയിച്ചു കാട്ടുന്നു, അവിടുന്ന് പരിപൂർണ ഏകദൈവവാദിയായിരുന്നു, ആ ഉന്നത സ്ഥാനത്തെത്തിയിരുന്നു. ആ സ്ഥാനത്ത് മറ്റാരും തന്നെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിലും അള്ളാഹു അങ്ങേ തന്നെയാണ് മാതൃകയാക്കി വെച്ചിരിക്കുന്നത്. ഏതുപോലെ മറ്റു ഉന്നത ധാർമ്മിക ഗുണങ്ങളുടെ കാര്യത്തിൽ വെച്ചുവോ. പിന്നീട് മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനോടുള്ള സ്നേഹം പരിപൂർണമായ നിലയിൽ മനുഷ്യന് തന്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. ഏതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെയും കർമ്മരീതിയെയും തന്റെ മാർഗദർശകനും വഴികാട്ടിയുമാക്കി തീർക്കുന്നില്ലയോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വയം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതായത്, ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരുന്നതിന് റസൂൽ തിരുമേനിയെ അനുധാവനം ചെയ്യേണ്ടത് നിർബന്ധമാണ്. യഥാർത്ഥ അനുധാവനം അങ്ങയുടെ സ്വഭാവ വൈശിഷ്ട്യത്തിന്റെ വർണ്ണം തന്റെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നതാണ്. ഒന്ന് ഇബാദത്തിന്റെ വർണ്ണമാണ്, മറ്റൊന്ന് സ്വഭാവ ഗുണങ്ങളുടെ വർണ്ണമാണ്. യഥാർത്ഥ അനുധാവനത്തിന്റെ അർത്ഥം തന്നെ ഇതാണ്. ഏതൊരു ഉന്നത സ്വഭാവ ഗുണങ്ങളാണോ, ഏതൊന്നിനെ കുറിച്ചാണോ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്, അത് ഉണ്ടാക്കിയെടുക്കുക. ഏതുപോലെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, കാന ഖുൽഖുൽ ഖുർആൻ, അങ്ങയുടെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ കാണണം എന്നുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അത് തന്നെയാണ് അതിന്റെ വിശദീകരണം. ഈ ഒരർത്ഥത്തിലും നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. നാം മറ്റുള്ളവരോട് പറയുന്നതിനു മുമ്പ് ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് നാം എത്രത്തോളം വിശുദ്ധ ഖുർആനെ നമ്മുടെ പ്രവർത്തന രൂപരേഖ ആക്കിയിട്ടുണ്ട്. ഇത് ബൈഅത്തിന്റെ ഭാഗവും ആണ്. സത്യസന്ധത നാം എത്രത്തോളം സ്ഥാപിച്ചിട്ടുണ്ട്, നീതി നാം എത്രത്തോളം സ്ഥാപിക്കുന്നവരാണ്, ആളുകളുടെ അവകാശങ്ങൾ നൽകുന്നതിൽ നാം എത്രത്തോളം പരിശ്രമിക്കുന്നവരാണ്. മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓരോ വ്യക്തിക്കും സ്വയം അള്ളാഹുമായി മുലാഖാത്ത് ചെയ്യുന്നതിനുള്ള ശക്തിയില്ല. അതിനായി മാധ്യമത്തിന്റെ ആവശ്യമുണ്ട്. ആ മാധ്യമം വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ആണ്. ഇതിനുവേണ്ടി ആരാണോ അങ്ങയെ ഉപേക്ഷിക്കുന്നത്,
അയാൾ ഒരിക്കലും ലക്ഷ്യം പ്രാപിക്കുകയില്ല. മനുഷ്യൻ യഥാർത്ഥത്തിൽ ദാസൻ അഥവാ അടിമയാണ്. അടിമയുടെ ജോലി ഇതാണ്: യജമാനൻ നൽകുന്ന കൽപ്പന സ്വീകരിക്കുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം കരസ്ഥമാക്കണമെങ്കിൽ അങ്ങയുടെ ദാസൻ ആയി തീരേണ്ടത് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു: ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അതായത് പറയുക, തങ്ങളുടെ ആത്മാവിനുമേൽ അക്രമം ചെയ്ത എന്റെ ദാസരെ. ഇവിടെ ദാസൻ എന്നതുകൊണ്ടുള്ള വിവക്ഷിതം അടിമയാണ്, അതല്ലാതെ സൃഷ്ടി എന്നല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമയാകുന്നതിന് അങ്ങയുടെ മേൽ സ്വലാത്തു ചൊല്ലേണ്ടതും അങ്ങയുടെ കൽപ്പനകളോട് അനുസരണക്കേട് കാണിക്കാതിരിക്കേണ്ടതും ആ എല്ലാ കൽപ്പനകളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നിർബന്ധമാണ്. ഏതു വിധത്തിലുള്ള കൽപ്പനകളാണുള്ളത്? കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അതായത് അഥവാ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണമായും അനുസരിക്കുന്നവരായി മാറുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ വിലയം പ്രാപിക്കുക. അപ്പോഴായിരിക്കും അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുക. അങ്ങേയറ്റത്തെ പാപി പോലും ഇസ്തിഗ്ഫാർ ചെയ്യുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്താൽ, യഥാർത്ഥത്തിൽ തന്നിൽ പരിശുദ്ധ പരിവർത്തനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ അല്ലാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുന്നതാണ്. മറ്റൊരവസരത്തിൽ അവിടുന്ന് പറയുന്നു: അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാനുള്ള ഏകമാർഗം ഇതാണ്: റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രീതിയിൽ അനുസരിക്കുക. കാണാൻ സാധിക്കുന്നു, ആളുകൾ വിവിധങ്ങളായ ആചാരങ്ങളിൽ ബന്ധനസ്ഥരാണ്. ആരെങ്കിലും മരിച്ചാൽ വിവിധ തരത്തിലുള്ള ബിദ്അത്തുകളും ആചാരങ്ങളും ആചരിക്കുന്നു. എന്നാൽ വേണ്ടിയിരുന്നത് മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതായിരുന്നു. ആചാരം ആചരിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം എതിർക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അങ്ങയെ അപമാനിക്കുക കൂടിയാണ് ചെയ്യുന്നത്. പുതിയ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേവലം അങ്ങയുടെ കൽപ്പനകളെ ധിക്കരിക്കുന്നു എന്ന് മാത്രമല്ല, മറിച്ച് ഒരു വിധത്തിൽ അങ്ങയെ അപമാനിക്കുകയാണ്. ആരാണോ പ്രവാചക നിന്ദയുടെ നിയമം പാസാക്കിയിരിക്കുന്നത്, അവർ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. അവിടുന്ന് പറയുന്നു, അത് ഇപ്രകാരമാണ്: അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതു വിധത്തിലാണ് അപമാനിക്കുന്നത്? അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ മതിയായി മനസ്സിലാക്കുന്നില്ല. അഥവാ മതിയായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്ന് ആചാരങ്ങൾ കെട്ടിച്ചമയ്ക്കേണ്ട ആവശ്യം തന്നെ എന്തായിരുന്നു? ഇത് അവർക്ക്, ആരാണോ നമുക്കെതിരിൽ ഫത്വ പുറപ്പെടുവിക്കുന്നത്, തങ്ങളുടെ ഉള്ളിൽ നോക്കേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. വീണ്ടും അവിടുന്ന് മറ്റൊരു സ്ഥലത്ത്, അഥവാ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നെ പിൻപറ്റുക. ആ അനുധാവനത്തിന്റെ ഫലം ഇതായിരിക്കും: അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അവിടുന്ന് പറയുന്നു, ഈ ആയത്തിൽ നിന്ന് ഈ കാര്യം വ്യക്തമായും തെളിയുന്നു: ഏതുവരെ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ അനുധാവകൻ ആയിത്തീരുന്നില്ലയോ, അതുവരെ അയാൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും നേടുകയില്ല. ആ ദിവ്യജ്ഞാനവും ഉൾക്കാഴ്ചയും ഏതൊന്നാണോ അയാളുടെ പാപ പങ്കിലമായ ജീവിതത്തെയും ശരീരേച്ഛയുടെ അഗ്നിയെയും തണുപ്പിക്കുന്നത്, അത് ലഭിക്കുകയില്ല, അത് ഉണ്ടായിത്തീരുകയില്ല. അത് ഉലമായി ഉമ്മത്തി എന്നതിന് അർത്ഥത്തിൽ വരുന്നതാണ്. അഥവാ ശരീരേച്ഛയെ തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായ നിലയിൽ പിൻപറ്റേണ്ടതിന്റെ ആവശ്യമുണ്ട്. അങ്ങയുടെ ജീവിത മാതൃക അനുസരിച്ച് നടക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. യഥാർത്ഥ മാരിഫത്തും ഉൾക്കാഴ്ചയും അള്ളാഹുവിൽ നിന്ന് കരസ്ഥമാക്കുകയും അവന്റെ പ്രിയപ്പെട്ടവരായി തീരണം എങ്കിൽ അങ്ങയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യമുണ്ട്. പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് മോക്ഷം നേടണം എന്നുണ്ടെങ്കിൽ അങ്ങയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യമുണ്ട്. ആരാണോ ഇത് ചെയ്യുന്നത്, അവർ ഈ സ്ഥാനത്ത് എത്തിച്ചേരുന്നു. അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ്. എന്നാൽ ഇന്നത്തെ പണ്ഡിതന്മാർ അതിൽ ഉൾപ്പെടുന്നില്ല. അവർ ഈ സ്ഥാനം പ്രാപിച്ചവരല്ല. ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടരുന്ന അനുഗ്രഹത്തെ അംഗീകരിക്കുന്നവരല്ല. അങ്ങയിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നു തന്നെയില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, അങ്ങയുടെ ഏറ്റവും വലിയ സ്ഥാനം ഇതായിരുന്നു: അവിടുന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ അള്ളാഹു മറ്റുള്ളവർക്കും ഈ സ്ഥാനത്ത് എത്തുന്നതിനുള്ള മാർഗം പറഞ്ഞു തന്നു. ഏതുപോലെ പറയുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അതായത് അവരോട് പറയുക, അഥവാ നിങ്ങൾ
അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. അള്ളാഹു നിങ്ങളെ അവന് പ്രിയപ്പെട്ടവനാക്കി മാറ്റും. അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിച്ചു. പറയുന്നു, ഇനി ചിന്തിക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണ അനുധാവനം അള്ളാഹുവിനെ പ്രിയപ്പെട്ടവനാക്കുന്നു. പിന്നെ എന്താണ് വേണ്ടത്? വീണ്ടും ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ഏതൊരാളാണോ ഇപ്രകാരം പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെയും മോക്ഷം സാധ്യമാണ്, അയാൾ വ്യാജനാണ്. അള്ളാഹു നമുക്ക് ഈ കാര്യം മനസ്സിലാക്കി തന്നിരിക്കുന്നു. അത് തികച്ചും ഇതിന് എതിരായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു പറയുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഓ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറയുക, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ വരൂ, എന്നെ പിൻപറ്റൂ, നിങ്ങൾ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാതെ ഒരാൾക്കും മോക്ഷം കരസ്ഥമാക്കാൻ സാധ്യമല്ല. ആരാണോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നത് അവർക്കൊരിക്കലും നന്മ പ്രാപ്യമല്ല. ഇതാണ് നമ്മുടെ ഈമാന്റെ ഭാഗമായിട്ടുള്ള കാര്യം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിയുമായി അങ്ങയുടെ ചർച്ച നടക്കുകയായിരുന്നു, ചോദ്യോത്തരം നടക്കുകയായിരുന്നു. ആ ക്രിസ്ത്യാനി ഇപ്രകാരം പറഞ്ഞു, ഹദ്റത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനത്തെ കുറിച്ച് തന്റെ ഒരു ഉദ്ധരണി കേൾപ്പിച്ചു. ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാം പറയുന്നു, അദ്ദേഹം തന്നെ കുറിച്ച് പറയുകയാണ്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ളവർ എന്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകാം. ഈ കാര്യവും ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വഴിയും പ്രകാശവും, ഞാൻ ജീവിതവും നന്മയും ആണ്. അതായത് ഞാൻ പ്രകാശമാണ്, ഞാൻ വഴികാട്ടിയാണ്, ഞാൻ ജീവിതം നൽകുന്ന ആളാണ്, എന്റെ പക്കൽ വരിക. ക്രിസ്ത്യാനി ചോദിച്ചു, ഇസ്ലാമിന്റെ സ്ഥാപകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിന് മറുപടിയായി പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതായത് ഇവരോട് പറയുക, അഥവാ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ വരൂ, എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതിനു വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതിനു വേണ്ടി പറയുന്നു. ഈ വാഗ്ദാനം എന്നെ പിൻപറ്റുന്നതിലൂടെ മനുഷ്യൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി മാറുന്നു. മസീഹിന്റെ ആ കഴിഞ്ഞ വാക്കുകളെക്കാൾ മുൻകടന്നതാണ്. കാരണം ഇതിനേക്കാൾ വലിയൊരു സ്ഥാനം ഇല്ല. മനുഷ്യൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി തീരുക എന്ന സ്ഥാനം. മസീഹ് പറഞ്ഞത് നിങ്ങൾ പ്രകാശം കാണുക എന്നാണ്. അള്ളാഹു ഇവിടെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, താങ്കൾ പ്രഖ്യാപിക്കൂ, ആരാണോ എന്നെ പിൻപറ്റുന്നത് അവർ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി മാറുന്നു, അവരുടെ പാപങ്ങളും പൊറുക്കപ്പെടും. പറയുന്നു, ആരുടെ മാർഗത്തിലൂടെ ചരിക്കുന്നതിലൂടെയാണോ മനുഷ്യൻ അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി തീരുന്നത്, അതിനേക്കാൾ കൂടുതലായി മറ്റാർക്കാണ് തന്നെ കുറിച്ച് പ്രകാശം എന്ന് വിളിക്കാൻ അവകാശമുള്ളത്? ഇത് ആ ഒരു കാലമായിരുന്നു. എല്ലാ ഭാഗത്തും ക്രിസ്തീയ പാതിരിമാർ ക്രിസ്തുമതം പ്രചരിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. മുസ്ലിം പണ്ഡിതന്മാർക്കും മറ്റു നേതാക്കന്മാർക്കും ഇസ്ലാമിനു വേണ്ടി പ്രതിരോധം തീർക്കാൻ തൗഫീക്ക് ലഭിച്ചിരുന്നില്ല. റസൂൽ തിരുമേനിയുടെ സ്ഥാനവും പ്രൗഢിയും ഈ വിധത്തിൽ വിവരിക്കുക ആ മുസ്ലിങ്ങളുടെ വായടച്ചു പോകണം. അത്തരം സമയത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ നേരിട്ടു. അവിടുന്ന് തന്നെയായിരുന്നു ആർക്കാണോ അള്ളാഹു ഇസ്ലാമിന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രൗഢി ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു നിയോഗിച്ചത്. പിന്നീട് ഇന്ത്യയുടെ ചരിത്രം സാക്ഷിയാണ്. ക്രിസ്തീയ പാതിരിമാരുടെ ഇസ്ലാമിനുമേലുള്ള ഈ ആക്രമണം അള്ളാഹുവിന്റെ ഈ യോദ്ധാവ് ഈ ജരീഉള്ള തെളിവുകൾ കൊണ്ടും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും തടഞ്ഞു എന്ന് മാത്രമല്ല അവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഈ കാര്യം അന്നത്തെ മുസ്ലിങ്ങളും പ്രകടിപ്പിച്ചു. അത് ചരിത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. എന്നല്ല, ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അവർ നമ്മുടെ എതിരാളികളാണ്. അവരും ഈ കാര്യം ഏറ്റുപറയുന്നുണ്ട്.
ഇതുവരെ എന്നാൽ ഏതാനും വർഷം മുമ്പ് ഡോക്ടർ ഇസ്രാറുൽ ഹക്ക്, അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി, അദ്ദേഹവും ഈ കാര്യം ഏറ്റുപറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രതിരോധിച്ചത് ഹദ്റത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം ആയിരുന്നു. ഏതായിരുന്നാലും ഇതൊരു ചരിത്രമാണ്. ഏതു വിധത്തിലാണോ അവിടുന്ന് ഇസ്ലാമിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്ഥാനത്തെ ഉയർത്തിയത്, മറ്റൊരു മുസ്ലിം പണ്ഡിതനും ഇതിനുള്ള തൗഫീക്ക് ലഭിച്ചില്ല. വീണ്ടും കുൽ ഇൻ കുൻതും എന്ന ആയത്ത് കൊണ്ട് ഹദ്റത്ത് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണവും മനോഹരമായ രീതിയിൽ അവിടുന്ന് തെളിയിച്ചു കാണിച്ചു. അറബികളിൽ പ്രത്യേകിച്ചും ഇപ്പോഴും ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവരുടെ കാഴ്ചപ്പാട് വളരെയധികം ഉൾക്കാഴ്ചയുള്ളതാണ്. ഏതായിരുന്നാലും ഈ തെളിവ് കൊണ്ട് അതിനെ അവിടുന്ന് ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്രമാണ് മുഅ്മിൻ. ആരാണോ അങ്ങയെ അനുധാവനം ചെയ്യുന്നത് അയാൾ മാത്രമേ ഏതെങ്കിലും സ്ഥാനത്ത് എത്തുകയുള്ളൂ. ഏതുപോലെ സ്വയം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതായത് പറയുക, അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതിന് വേണ്ടി. അവിടുന്ന് പറയുകയാണ്, സ്നേഹത്തിന്റെ തേട്ടം ഇതാണ്, പ്രേമഭാജനത്തിന്റെ കർമ്മവുമായി പ്രത്യേകമായ സ്നേഹം ഉണ്ടായിരിക്കണം, പ്രത്യേക അനുരക്തിയും ഒരു ബന്ധവും ഉണ്ടായിരിക്കണം. പറയുന്നു, മരിക്കുക എന്നത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മരണപ്പെട്ടു, അവിടുന്ന് മരിച്ചു കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ജീവിച്ചിരിക്കാൻ ആർക്കാണ് സാധിക്കുക? അല്ലെങ്കിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ മറ്റാരെങ്കിലും വേണ്ടി അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് നിർദ്ദേശിക്കാൻ സാധിക്കുക? അങ്ങനെ വിശ്വസിച്ച ഒരാൾക്കും തന്നെ ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കുന്നതാണ് എങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ ആഗ്രഹിക്കുകയുമില്ല. അവർ ഒരിക്കലും തന്നെ മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിനെ വിശ്വസിക്കാനും പാടില്ല. അവിടുന്ന് പറയുന്നു, സ്നേഹത്തിന്റെ തേട്ടം ഇതാണ്, അങ്ങയുടെ അനുധാവനത്തിൽ ഇപ്രകാരം ലയിച്ചു ചേരണം, അങ്ങയുടെ നഫ്സിന്റെ വികാരാവേശത്തെ നിയന്ത്രിക്കണം, എന്നിട്ട് ചിന്തിക്കണം, ഞാൻ ആരുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. ആ രൂപത്തിൽ ഒരാൾ ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇപ്രകാരം വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹം വന്ന് മരിക്കുകയും ജീവിച്ചിരിക്കുകയും അയാൾക്ക് എങ്ങനെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നതിന്റെയും അനുധാവനം ചെയ്യുന്നതിന്റെയും വാദം ഉന്നയിക്കാൻ സാധിക്കുക? എന്തെന്നാൽ അങ്ങനെയുള്ള ആൾ മസീഹിനാണ് ശ്രേഷ്ഠത കൽപ്പിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൃതനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്തെന്നാൽ മസീഹ് ജീവനോടെ ആണ് എന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് റസൂൽ തിരുമേനിയോടുള്ള സ്നേഹത്തിന്റെയും അനുധാവനത്തിന്റെയും വാദം, മറുഭാഗത്ത് മസീഹ് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശ്രേഷ്ഠനാക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തന്നെയാണ് ആരാണോ എല്ലാവിധത്തിലും ഇസ്ലാമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും വേണ്ടി പ്രതിരോധം തീർത്തത്, അങ്ങയുടെ മഹത്വത്തെ ഉയർത്തിയത്. ഇത് തന്നെയായിരുന്നു അങ്ങയുടെ നിയോഗത്തിന്റെ ഉദ്ദേശവും. അതിനെക്കുറിച്ചാണ് പണ്ഡിതന്മാർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം വിവരിച്ചുകൊണ്ട് ജീവനുള്ള നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അവിടുന്ന് പറയുന്നു, ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇവർ വിശുദ്ധ ഖുർആനും സുന്നത്തിനും എതിരായ കാര്യങ്ങൾ പറയുമ്പോൾ ഹദ്റത്ത് ഈസ അലൈഹി ഇസ്ലാം ആകാശത്ത് ജീവനോടുകൂടിയിരിക്കുന്നു. അപ്പോൾ പാദ്രിമാർക്ക് ആക്ഷേപം ഉന്നയിക്കാൻ അവസരം ലഭിക്കുന്നു. അവർ ഉടനെ തന്നെ എഴുന്നേറ്റ് പറയുന്നു, നിങ്ങളുടെ പ്രവാചകൻ മരിച്ചു, മഅദല്ലാഹ്, അദ്ദേഹം ഭൗമികനായ വ്യക്തിയാണ്. ഇതുതന്നെയാണ് ടി വി ചാനലുകളിൽ നടന്നുകൊണ്ടിരുന്നത്. അറബ് ലോകത്ത് ഇത് കാരണം വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവസാനം നമ്മുടെ തെളിവുകൾ കേട്ടപ്പോൾ, MTA-യിൽ ഹിവാർ പരിപാടി കണ്ടപ്പോൾ, അറബി പരിപാടി അവർ കേട്ടപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെ ഇഷ്ടപ്പെടുകയും ഈ തെളിവുകൾ അംഗീകരിക്കുന്നവരായി തീരുകയും ചെയ്തു. എന്നാൽ ഈ പണ്ഡിതന്മാർ ഇപ്പോഴും അംഗീകരിക്കുന്നവരല്ല. അവർ പറയുന്നു, ഈസ ജീവിച്ചിരിക്കുന്നവനും ആകാശീന വ്യക്തിയുമാണ്. അതോടൊപ്പം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചവനാണെന്ന് പറയുകയും ചെയ്യുന്നു. അവരുടെ ഈ വാക്കുകൾ
അവർ ഉടനെ തന്നെ എഴുന്നേറ്റ് പറയുന്നു, നിങ്ങളുടെ പ്രവാചകൻ മരിച്ചു, മാതല്ല അദ്ദേഹം ഭൗമികനായ വ്യക്തിയാണ്. ഇത് ക്രിസ്ത്യ പാതിരിമാർ പറയുന്നതാണ്. അവർ പറയുന്നു, ഹദ്റത്ത് ഈസ ആകട്ടെ ജീവനുള്ളവനാണ്, അതുകൊണ്ട് ആകാശീയ വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇപ്രകാരവും പറയുന്നു, അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. ഇത് തന്നെയായിരുന്നു അവരുടെ പ്രോപ്പഗണ്ട. അവിടുന്ന് പറയുന്നു, ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ പ്രവാചകൻ ആരാണോ അഫ്ദലുർ റുസുലും ഖാത്തമുൽ അംബിയാവും ആയിട്ടുള്ളത്, അത്തരത്തിലുള്ള വിശ്വാസം വെച്ചു പുലർത്തി അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകളും ഖാത്തമീയത്തിനും ഇവർ കളങ്കം ചാർത്തുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും കളങ്കം ചാർത്തുകയാണ് ചെയ്യുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുക എന്ന പാപം ചെയ്യുന്നു. അവിടുന്ന് പറയുന്നു, ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു, പാതിരിമാരിക്കൊണ്ട് എത്രമാത്രം ഇസ്ലാമിനെ ഇവർ നിന്ദിച്ചിട്ടുണ്ടോ, അതായത് മുസ്ലിങ്ങൾ ആരാണോ ഈസാ അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നു എന്ന കാഴ്ചപ്പാടുള്ളവർ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൃതനാണ് എന്ന് പറയിപ്പിച്ചത്, ഇതിന്റെ ശിക്ഷ എന്ന നിലയിലാണ് ഈ അപമാനവും ശോചനീയാവസ്ഥയും അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ ഇത് കാരണമാണ്. അവിടുന്ന് പറയുന്നു, ഒരു ഭാഗത്ത് വായ കൊണ്ട് അവിടുന്ന് എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. മറുഭാഗത്ത് 63 വയസ്സിന് ശേഷം മരിച്ചുപോയി എന്നും പറയുന്നു. എന്നാൽ ഒരു നബി ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്, അദ്ദേഹം മരിച്ചിട്ടില്ല. എന്നാൽ അല്ലാഹു വിശുദ്ധ ഖുർആൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, അല്ലാഹുവിന്റെ അനുഗ്രഹം നിന്റെ മേൽ വളരെ വലുതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഈ ദൈവിക വചനം തെറ്റാണോ? ഒരിക്കലുമല്ല, ഇത് തികച്ചും ശരിയാണ്, സത്യമാണ്. അവർ വ്യാജരാണ് ആരാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃതനാണ് എന്ന് പറയുന്നത്. അപമാനിക്കുന്ന വചനം ഇതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. യഥാർത്ഥ കാര്യം ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അത്തരത്തിലുള്ള ശ്രേഷ്ഠതയുണ്ട്, അത് മറ്റൊരു നബിയിലും ഇല്ല. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഏതൊരാളാണോ വിവരിക്കാത്തത്, അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളം കാഫിറാണ്. അവിടുന്ന് പറയുന്നു, എത്രമാത്രം ഖേദകരമായ കാര്യമാണ്. ഏതൊരു നബിയുടെ ഉമ്മത്താണ് എന്നാണോ പറയുന്നത്, അദ്ദേഹത്തെ തന്നെ മഅദല്ലാഹ് മൃതനാണ് എന്ന് പറയുന്നു. ഏതൊരു നബിയുടെ ഉമ്മത്തിന്റെ പര്യവസാനം ദുരിബത്ത് അലൈഹിമുൽ സില്ലത്ത് വൽ മസ്കന ആയിട്ടുള്ളത്, അതായത് അവരുടെ മേൽ നിന്ദയും അപമാനവും വന്നു പതിച്ചു, ആ നബിയെ ജീവനുള്ളവരായിട്ടാണ് ഇവർ പറയുന്നത്. ഈ കാര്യം വിവരിച്ചതിനു ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വന്ന ഒരു നബിയും ജീവിച്ചിരിക്കുന്നില്ല. ഈസാ നബിക്കും വരാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിലെ നബിയായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിലെ ഒരു നബിയും വരികയില്ല. വീണ്ടും അവിടുന്ന് പറയുന്നു, ഈ അനുഗ്രഹം ഇനി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയും അങ്ങേ പിൻപറ്റുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണ് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ജീവനുള്ള നബി. അങ്ങനെ ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹു അങ്ങേ മസീഹെ മൗദും മഹദിയെ മഹ്ഊദും ആയി നിയോഗിച്ചയച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലുള്ള നബിയുടെ ശരീഅത്തില്ലാത്ത നബിയുടെ സ്ഥാനമാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ കേവലം അള്ളാഹുവിന്റെ കൃപ കൊണ്ട് മാത്രം, തന്റെ ഏതെങ്കിലും വിധത്തിലുള്ള കഴിവുകൊണ്ടല്ല, ഈ അനുഗ്രഹത്തിൽ നിന്ന് പരിപൂർണ ഭാഗം കരസ്ഥമാക്കിയിരിക്കുന്നു. ഏതൊന്നാണോ എനിക്ക് മുമ്പ് നബിമാർക്കും റസൂൽമാർക്കും അള്ളാഹുവിന്റെ സത്യാത്മാക്കൾക്കും നൽകപ്പെട്ടത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹം പ്രാപിക്കുക എന്നത് സാധ്യമായിരുന്നില്ല. അഥവാ ഞാൻ എന്റെ യജമാനും നേതാവും പ്രവാചകന്മാരുടെ അഭിമാനവും സൃഷ്ടികളോ കുലോത്തമനുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ പിൻപറ്റില്ലായിരുന്നുവെങ്കിൽ, അതുകൊണ്ട് ഞാൻ എന്താണോ പ്രാപിച്ചത് അത് അദ്ദേഹത്തെ അനുധാവനം ചെയ്തതിലൂടെയാണ് പ്രാപിച്ചത്. എനിക്ക് എന്റെ യഥാർത്ഥവും പരിപൂർണമായ ജ്ഞാനം കൊണ്ടറിയാം, ഒരു മനുഷ്യനും തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. പരിപൂർണ ദിവ്യജ്ഞാനത്തിന്റെ ഭാഗം കരസ്ഥമാക്കാനും സാധ്യമല്ല. ഞാൻ ഇവിടെ ഈ കാര്യം കൂടി പറയട്ടെ. എന്താണ് ആ യഥാർത്ഥവും പരിപൂർണതയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അനുധാവനം ചെയ്തതിനു ശേഷം ഹൃദയത്തിൽ ലഭിക്കുന്ന കാര്യം എന്താണ്? ഓർത്തുകൊള്ളുക, അത് കൽബെ സലീമാണ്. അതായത് ഹൃദയത്തിൽ നിന്ന് ഭൗതികതയോടുള്ള സ്നേഹം ഇല്ലാതായിത്തീരുന്നു. ഹൃദയം ഒരു സ്ഥായിയും അനന്തവുമായ അനുഭൂതിയുടെ അന്വേഷണത്തിലാകുന്നു. അതിനുശേഷം പിന്നീട് ഒരു ശുദ്ധവും പരിപൂർണവുമായ ദൈവിക സ്നേഹം ഈ കൽബെ സലീമിൽ ലഭിക്കുന്നു. ഭൗതികതയോടുള്ള സ്നേഹം പുറത്തു പോകുമ്പോൾ ദൈവസ്നേഹം ലഭിക്കുന്നു. ഈ എല്ലാ അനുഗ്രഹങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് കൊണ്ട് അനന്തരാവകാശം എന്ന നിലയിൽ ലഭിക്കുന്നു. ഏതുപോലെ അള്ളാഹു സ്വയം പറയുന്നു, കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അതായത് നീ പറയുക,
അഥവാ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ വരൂ, എന്നെ പിൻപറ്റുക. അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ് എന്നല്ല. ഏകപക്ഷീയമായ സ്നേഹത്തിന്റെ വാദം തികച്ചും കളവും നിരർത്ഥകമായ സംസാരവുമാണ്. മനുഷ്യൻ സത്യമായ നിലയിൽ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹും അവരെ സ്നേഹിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ അവർക്ക് വേണ്ടി സ്വീകാര്യത വ്യാപിപ്പിക്കുന്നു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥ സ്നേഹം അയാളെ കുറിച്ച് ഇട്ടുകൊടുക്കുന്നു. ഒരാകർഷണ ശക്തി അയാൾക്ക് ലഭിക്കുന്നു. ഒരു പ്രകാശം അയാൾക്ക് നൽകപ്പെടുന്നു. അതെപ്പോഴും അയാളുടെ കൂടെ ഉണ്ടായിരിക്കും. നോക്കുക, ഇന്ന് ഇത് തന്നെയാണ് വിദൂരത്തിൽ വസിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വസിക്കുന്ന ആളുകൾക്ക് ഈ സ്നേഹം അള്ളാഹു ഇടുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഒരു മനുഷ്യൻ സത്യഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ, മുഴുവൻ ലോകത്തിനു മേൽ അവന് മുൻഗണന നൽകുമ്പോൾ, ദൈവേതരങ്ങളോടുള്ള വിശ്വാസവും ശ്രേഷ്ഠതയും അയാളുടെ ഹൃദയത്തിൽ ബാക്കിയാവുകയില്ല. എല്ലാം തന്നെ ഒരു ചത്ത കീടത്തിനേക്കാൾ മോശമായി മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ അള്ളാഹു ആരാണോ അയാളുടെ ഹൃദയം കാണുന്നത്, ഒരു ശക്തമായ പ്രഭാവത്തോടുകൂടി അയാളിൽ ഇറങ്ങുന്നു. ഏതുപോലെ ഒരു വൃത്തിയുള്ള കണ്ണാടിയിൽ അത് സൂര്യനെതിരെ വെച്ചിരിക്കുന്നുവെങ്കിൽ സൂര്യന്റെ പ്രതിബിംബം ആവിധം പൂർണ്ണമായ നിലയിൽ അതിൽ പതിക്കുന്നു. ആലങ്കാരികവും ഉപമ എന്ന നിലയിലും പറയാവുന്നതാണ്. ആകാശത്തിലുള്ള സൂര്യൻ തന്നെയാണ് ഈ കണ്ണാടിയിലും ഉള്ളത്. അതുപോലെ അള്ളാഹു അത്തരം ഹൃദയങ്ങളിൽ ഇറങ്ങുന്നു. അയാളുടെ ഹൃദയം തന്റെ അർഷാക്കി തീർക്കുന്നു. ഈ ഒരു കാര്യമാണ്, അതിനുവേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയും അങ്ങയെ പിൻപറ്റുന്ന ആളും ആയിരുന്നു. അതുകാരണം അള്ളാഹു അങ്ങയെ സ്നേഹിച്ചു. മസീഹും മഹദിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താബി നബി എന്ന സ്ഥാനവും നൽകി. അള്ളാഹു നമുക്ക് അങ്ങയെ വിശ്വസിച്ചതിനു ശേഷം അതിനെ വിലമതിക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായ നിലയിൽ പിൻപറ്റുന്നവരാക്കി തീർക്കട്ടെ. ഓരോരുത്തർക്കും തങ്ങളുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയെ പിൻപറ്റുവാനും അനുധാവനം ചെയ്യുന്നതിനും തൗഫീക്ക് നൽകട്ടെ. മുസ്ലിങ്ങൾക്കും തൗഫീക്ക് നൽകട്ടെ. അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സത്യസന്ധനായ പ്രേമിയെ الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.